ഇന്ന് ചെറിയൊരു കുമ്പളങ്ങ വിളവെടുപ്പാണ്. വിളവെടുപ്പൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. കുറച്ച് കുമ്പളങ്ങ ഉള്ളൂ കേട്ടോ. നമ്മൾ ഓണച്ചന്തയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ബാക്കിയെല്ലാം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. ഇഷ്ടംപോലെ കുമ്പളം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വിളവെടുക്കാനുള്ള കുമ്പളം. ഇതാ ഇവിടെ ഒരു കുമ്പളം ഉണ്ട്. ഇനി നമ്മളെ പന്തലിന്റെ ഉള്ളിലേക്ക് വന്നാലേ ബാക്കി കാണുന്നത്. അവിടെ വന്ന് നമ്മൾ മഴക്കാലത്തുണ്ടാകുന്ന കുമ്പളം അത്ര വൃത്തിയില്ല അല്ലെ. വേനലിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇത് കണ്ടില്ല ഒരു നിറവിറ്റ്. ഇതൊക്കെ കഴുകിയപ്പോ ഇതിന്റെ ഇലയുടെ ഒക്കെ ആ കറ പിടിച്ചതാ. അത് കഴുകിയപ്പോ പിന്നെ നല്ല മൂപ്പായതുണ്ട്. അതുകൊണ്ടാണ് നിറം ഇങ്ങനെ. ഇത് കണ്ടില്ലേ ഇവിടെ ഒന്ന്. പിന്നെ നമ്മുടെ നെറ്റിന്റെ മുകളിൽ ചാഞ്ഞത് അവിടെ ലോക്കായി പോയിട്ടുണ്ടോ. അത് മുകളിലൂടെ എടുക്കണം. ഇവിടെ കുടുങ്ങി പോയി. ഇപ്പൊ ചെറിയതാകുമ്പോ നമ്മൾ കാണാതെ പോയിട്ട് മുകളിൽ നിന്ന് വലുതായി പോയത്. അത് അവിടെ ഒന്നും കണ്ടോ അങ്ങനെ വലുതൊന്ന്. പിന്നെ അത് അപ്പുറത്തൊരു ചെറുത്. അതൊക്കെ കണ്ട കറക്റ്റ് നെയ്ക്കുമ്പളം പോലെ ഉണ്ട്. പക്ഷെ ഇത് നെയ്ക്കുമ്പളം അല്ല കേട്ടോ. ഈ കുമ്പളം കണ്ടില്ലേ, വലിയ കുമ്പളമല്ല. നെയ്ക്കുമ്പളത്തിനെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു ഇടത്തരം കുമ്പളാണ്. അപ്പം നല്ല ഡിമാൻഡുള്ള കുമ്പളം. ഈ ഒരു വലുപ്പമായി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കുമ്പളം തന്നെ വാങ്ങിക്കും. മറ്റേ നെയ്ക്കുമ്പളത്തിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലും കിട്ടും. പിന്നെ നമ്മളെ വള്ളി കണ്ടില്ലേ, ഇതെവിടെയാണ് കയറ്റി വിട്ടത്. ഇപ്പൊ കണ്ടോ മഴ കൂടിയിട്ട്. പിന്നെ ആ മഴ കൂടി മാത്രമല്ല, വിളവെടുപ്പ് ഏകദേശം കഴിയാനായി. അപ്പം വള്ളികളൊക്കെ നശിച്ചു തുടങ്ങി, ഒക്കെ ചീഞ്ഞിട്ടുണ്ട്. പിന്നെ പന്തിൽ നമ്മൾ സെറ്റ് ചെയ്തത് വേറെ എവിടെയല്ല. ഇതാ ഇവിടെ കണ്ടോ, ഇത് നമ്മളെ കോവലിന്റെ വള്ളി കേട്ടോ. കോവലിന്റെ ചോടാ അത്. ഇങ്ങനെ പോയിട്ട് കോവലിന്റെ വള്ളിയിൽ മുകളിലായിട്ട് നമ്മൾ ഫുള്ള് പടത്തി വിട്ടാണ്. മഴക്കാലം ആയി കഴിഞ്ഞാൽ നമ്മൾ കോവലിന്റെ ഇലകളൊക്കെ പോകും. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും അതിൽ മുകളിൽ ചെയ്താലും പിന്നെ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവലൊന്ന് വെട്ടിക്കൊടുത്താൽ തിരിച്ച് കോവലിന്റെ വള്ളി നമുക്ക് ഇതിൽ കയറ്റി വിടും ചെയ്യാം. അപ്പൊ നമുക്കിതാ ഓരോന്ന് പറിച്ചെടുക്കാം. കണ്ടില്ലേ, ഒന്ന് കഴുകിയെടുത്താൽ നല്ല സൂപ്പർ കുമ്പിളായിക്കോളും. പിന്നെ നല്ല മൂപ്പായതുകൊണ്ട് കേട്ടോ ഈ ഒരു നിറം. നമ്മളെ വൈറ്റ് ആ പൊടി ഒരു വെള്ള നിറമാണ് വരല്. അതിന്റെ കൂടെ ഇതാ പായലൊക്കെ കൂടെ പിടിച്ചിട്ടാണ് ഒരു ഈ ഒരു നിറമായത്. ഇതൊക്കെ നല്ല ആയതാ. ഓക്കെ, ഇതിന് മുകളിൽ കുടുങ്ങിയ കുമ്പളേ നമ്മൾ തട്ടി ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. നെറ്റിന്റെ ഉള്ളിലൂടെ എന്തായാലും കൊള്ളൂല. കണ്ടില്ലേ ഉള്ളിൽ ഇങ്ങോട്ട് കറ പിടിച്ചിട്ടുണ്ടല്ലോ അതിന് മുകളിൽ നിന്നിട്ട്. ഇന്നലെ നമ്മള് ഓണച്ചന്തയിൽ ചേന കൊടുത്തു. അപ്പൊ ഇന്ന് കുമ്പളും തേങ്ങയും കൊണ്ടുപോകാനുണ്ട്. കുറച്ച് കടച്ചക്കയുണ്ട് അല്ലേ, കടച്ചക്കയുണ്ട്. അതുപോലെ ഇതാ ലോക്കായി കിടക്കുന്ന വേറൊരു കുമ്പള. അത് ഇതും കൂടെ ഒന്ന് എടുക്കുന്നത്. ഇത് പിന്നെ തട്ടിയെടുക്കാൻ സുഖമാണ്. ഇവിടെ എൻഡിലാണുള്ളത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ പുതിയത് മുള കെട്ടിക്കൊടുത്താണ്. നമ്മളെ പഴയ കമ്പ് പൊട്ടിപ്പോയി. ഇഷ്ടം പോലെ കുമ്പളത്തിന്റെ വെയിറ്റ് വന്നപ്പോഴേ, കോവല് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പന്തലിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുമ്പളം വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിതാ ഇതൊക്കെ ഒന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുമ്പളൊന്ന് കഴുകിയെടുത്തപ്പോ കുറച്ച് കൂടെ ഒന്ന് നിറം വെച്ചു അല്ലേ. നോക്ക്, ഇപ്പൊ കുറച്ച് ഭംഗിയില്ലേ കാണാന്. അപ്പൊ ഇതുപോലുള്ള കുമ്പളത്തിനൊക്കെ ഡിമാൻഡ് കൂടുതൽ. വലിയ കുമ്പളാകുമ്പോൾ എല്ലാവരും മുറിച്ചൊക്കെ എടുക്കണം. അപ്പൊ നെയ്ക്കുമ്പളത്തിനെക്കാട്ടും കുറച്ചുകൂടെ വലുപ്പമുണ്ട്. എന്നാലും ഒരു വീട്ടിലെ ആവശ്യത്തിന് പറ്റിയ നല്ല അടിപൊളി കുമ്പളാണ്.